ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഈ ഒരു സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് സ്നേഹിതായി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നെക്സ്റ്റ് ഈ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നെക്സ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നെക്സ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ നെക്സ്റ്റ് റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്ക് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്, എന്ത് കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ലൈഫിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി കടന്നു വരാനായിട്ട് ചാൻസ് ഉള്ള കാര്യങ്ങൾ, ഈ ഒരു കാര്യം കൂടെ നോക്കും. അപ്പോൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമുക്ക് വരുന്നത് ചാരൂട്ട് കാർഡും 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡുമാണ്. ഇപ്പം നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കൺട്രോളും അതുപോലെ തന്നെ ഒരു ബാലൻസും കൊണ്ടുവരാനുള്ള അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അതായത് ഒരാൾ മുന്നോട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ നയിക്കാനും കാര്യങ്ങൾ ശരിയാക്കാനും ശ്രമിക്കുമ്പോൾ മറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നോക്കി ഒരു ബാലൻസ് നിലനിർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് മെയിനായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാനായിട്ട് വരുന്നത്. ഇത് ഞാൻ ശ്രമിക്കുന്നുണ്ട്, നീയും ശ്രമിക്കണം എന്ന രീതിയിലുള്ള ഒരു എനർജി കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളായിരിക്കാം. ഇങ്ങനെ ശ്രമിക്കുന്ന ഒരാൾ ഇത് വീണ്ടും ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഒത്തിരി എഫേർട്ട് ഈ റിലേഷൻഷിപ്പിലേക്ക് ഇടുന്ന ഒരു വ്യക്തി നിങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾ കൂടി ശ്രമിക്കൂ എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു എനർജി കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഓക്കെ, പിന്നീട് വരുന്ന കാർഡിൽ 8 ഓഫ് കപ്സും 4 ഓഫ് പെൻറ്റക്കിൾസുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇമോഷണൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും അതുപോലെ നിങ്ങളുടെ ഇമോഷൻസ് ഓൺ ആൻഡ് ഓഫ് പോലെ കുറച്ച് പൊങ്ങി നല്ല ഉയർച്ചയിൽ പോവുകയും പിന്നീട് അത് താന്നു വരികയും അങ്ങനെ ഒരു മോഡറേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇമോഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരാൾ ഇമോഷണലി ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഒരു ഡിസ്റ്റർബ് ആകുന്നു അല്ലെങ്കിൽ ആകാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ആ ഒരു കാര്യം വിട്ടുകൊടുക്കാനായിട്ട്, അതായത് അവരെ ആ ഒരു ഡിസ്റ്റർബൻസിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവർ ഡിസ്റ്റർബ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വളരെയധികം പേടിക്കുകയും അത് ആ ഒരു വ്യക്തിയെ വീണ്ടും ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് എനർജീസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇങ്ങനെ പേടിക്കുന്നതിന് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണലി ചെറുതായിട്ട് ഈ ഒരു പേഴ്സൺ വിഡ്രോ ആകുന്നു എന്ന് കാണുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പേടിക്കുന്നതിന് കാരണം, അത് പേടിക്കുമ്പോൾ ഒന്നിന് കാരണം എന്ന് പറയുന്നത് പാസ്റ്റിൽ കുറേയേറെ
ട്രോമാസ് ഉണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നിരിക്കാം, പാസ്റ്റിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നിരിക്കാം. ഇതൊക്കെ കാരണമാണ് ആ ഒരു എനർജീസ് കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നു, ആ ഒരു പേഴ്സണെ വീണ്ടും ഇതിൽ ലൈവാക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന എനർജീസ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളുടെ പേഴ്സൺ ഇതിൽ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് മാറി നിൽക്കുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണ്, ഈ ഒരു പേഴ്സണെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് ഈ റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുന്നു. കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല റിലേഷൻഷിപ്പുകളായിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഇൻസെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള എനർജി കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ വരുന്നത് 10 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ്. ഈ ഒരു കാർഡ് ശരിക്കും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിനാണ് സൂചിപ്പിക്കുന്നത്. അതായത് വേദന, വളരെയധികം വേദന, അല്ലെങ്കിൽ ഒരു ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് വിഷമം, വേദന, ദുഃഖം, സങ്കടം എന്നൊക്കെ വരുന്ന രീതിയിലാണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മളിപ്പോ നോക്കുവാണെങ്കിൽ ശരിക്കും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലല്ലായിരിക്കാം, സെപ്പറേഷനിലായിരിക്കാം, നോ കോണ്ടാക്റ്റിലായിരിക്കാം. ചിലപ്പോൾ ഇവിടെ ആദ്യത്തെ കാർഡിൽ നമുക്കൊരു ഓൺ ആൻഡ് ഓഫ് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട്, ആ ഒരു രീതിയിലായിരിക്കാം പോകുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വളരെ പെയിൻഫുൾ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ അവസാനം വളരെ വേദനയോടെ ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും ഒരു സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറേയേറെ സത്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സത്യങ്ങളെല്ലാം പുറത്തു വന്നതോടുകൂടി, അല്ലെങ്കിൽ കുറെ മെന്റലി വളരെ ഓവർലോഡ്, മെന്റലി ഫീലിങ്സുകൾ കൊണ്ട് നിങ്ങൾ ഓവർലോഡ് ആവുകയും അതുവഴി അത് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയും ചെയ്തതായിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ 10 ഓഫ് സോർഡ്സ് എന്ന് മനസ്സിലാകുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഒരു ചീറ്റിംഗ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ആ ഒരു ട്രൂത്ത്, ആ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ട്, അത് ആ ചീറ്റിംഗ് എനർജിയുടെ സത്യാവസ്ഥ നിങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു വേദനയും വിഷമങ്ങളും എല്ലാം നിങ്ങൾ അനുഭവിച്ചു, ഒത്തിരി വിഷമിച്ച സമയങ്ങൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിന്റെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നീട് ഒരു നൈറ്റ് ഓഫ് സോർഡ്സ് വരുന്നുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒത്തിരി ആർഗ്യുമെന്റ്സ് നടന്നതായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്നതായിട്ടും, അല്ലെങ്കിൽ ഒരു വളരെ ശക്തമായ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. അതായത് ഒരു വഴക്ക് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സഡൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തു എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണമായിട്ടുള്ളതും നിങ്ങളുടെ പേഴ്സൺ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പ്രതികരിക്കുന്ന, അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് പല കാര്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾ ഒത്തിരി ഹേർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഹേർട്ട് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ, അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ഒരു സമയം പോലും എടുക്കാതെ നിങ്ങൾ സഡൻ ആയിട്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു പറ്റിച്ചു, അല്ലെങ്കിൽ ഇത്രയും ഒരു എന്നെ ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ തോന്നിപ്പോയ ഒരു സമയമായിരുന്നിരിക്കാം. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയൊരു വിഷമോ കാര്യങ്ങളോ തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു സമയത്ത് നമ്മുടെ മൊത്തത്തിലുള്ള കൺട്രോൾ പോകുന്ന ആ രീതിയിലുള്ള ഒരു സമയത്ത് പെട്ടെന്നൊരു സഡൻ ഡിസിഷൻ എടുത്താണ് നിങ്ങൾ സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒട്ടും ആലോചിക്കാതെ എടുത്തൊരു തീരുമാനമായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ 7 ഓഫ് കപ്സിന്റെ ഒരു എനർജിയും 8 ഓഫ് സോർഡ്സിന്റെ എനർജിയും വരുന്നുണ്ട്. ഇവിടെയും ഒരു കൺഫ്യൂഷനും, അതുപോലൊരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് പല ഓപ്ഷൻസും നിങ്ങൾക്കും വരുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണും വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സന്റെ കാര്യം നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലതരത്തിലുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ ജെനുവിൻ അല്ലാതെ നിന്നിട്ട് ഇവർക്ക് ഇപ്പോൾ ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്, പലരെയും നിങ്ങൾ സംശയിക്കുന്നുണ്ട്, ആ ഒരു വ്യക്തിയായിട്ടൊക്കെ റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ ആയിരിക്കാം എന്നൊക്കെ നിങ്ങൾ ഡൗട്ട് അടിക്കുന്ന, കുറെ ഏറെ ചിന്തിച്ച് നിങ്ങളിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓവർ തിങ്കിങ് കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റിയും കിട്ടുന്നുമില്ല. അപ്പോൾ ഈ ഒരു നിങ്ങളുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എനിക്കും ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ആ ഓപ്ഷൻസ് ഒന്നും സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ. അതുപോലെ മെന്റലി നിങ്ങൾ ട്രാപ്പ് ആയിരിക്കുന്ന ഒരവസ്ഥ.
ഒരാള് സ്വന്തം ചിന്തകളിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഈ ഒരു പേഴ്സണിന്റെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ബെറ്റർ ഓപ്ഷനിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമൺ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് അവർ ഓൾറെഡി സെറ്റായി പോയിട്ടുണ്ടാവാം, അതായിരിക്കാം അങ്ങനെ, ഇതായിരിക്കാം ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ഒത്തിരി ഡൗട്ട്സ് ഉള്ള ഒരു ഓവർ തിങ്കിങ് ചെയ്യുന്ന, ഒട്ടും ക്ലാരിറ്റി ഇല്ലാത്ത ഒരു മൈൻഡോട് കൂടിയിരിക്കുന്ന നിങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നത് ഹൈ പ്രിസ്റ്റീസ് കാർഡും കിങ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡുമാണ്. ഇത് ഇൻറ്റ്യൂഷൻസ്, നിങ്ങൾക്ക് പല പല തോന്നലുകൾ, ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകൾക്ക് പല പല തോന്നലുകൾ ഉണ്ടാകും. ആ ഒരു ഈ തോന്നലുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി സമയങ്ങളായിട്ടുണ്ടാവാം. അതുകൊണ്ടൊക്കെ തന്നെ ആദ്യമൊന്നും നിങ്ങൾക്ക് ആ ഒരു തോന്നലുകളുടെ പുറകെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നിങ്ങൾ കുറച്ചൊരു പ്രാക്ടിക്കലായിട്ട് ഈ ഒരു ഇൻഡ്യൂഷനെ നേരിടാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു തോന്നലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇല്ല, ഇത് എൻ്റെ തോന്നൽ മാത്രമാണ്, പ്രാക്ടിക്കൽ ലോജിക്കൽ സൈഡ് ചിന്തിക്കുമ്പോൾ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ എതിർത്ത് നിൽക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ആ ഒരു തോന്നലുകളോട്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഹൃദയം പറയുന്നത് ഒരു രീതിയും മൈൻഡ് പറയുന്നത് മറ്റൊന്നുമാണ്. അങ്ങനെ ആ ഒരു രണ്ട് രീതിയിലേക്ക് ഇത് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു നിങ്ങളുടെ ശരിക്കും ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരു നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് മാറിപ്പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചപ്പോൾ ഇത് വീണ്ടും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. വീണ്ടും ഇതിലേക്ക് എത്തണമെന്ന ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്, ഈ റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയോട് സംസാരിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷെ ഈ ഒരു ലോജിക്കലായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തും പോയി. ആ ഒരു ടെൻഷനിലാണ് നിങ്ങളുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ കറണ്ട് എനർജി എന്ന് പറഞ്ഞാൽ വളരെയധികം കൺഫ്യൂഷൻ ഉണ്ട്, പെയിൻ ഉണ്ട്, അതുപോലെ ഇംബാലൻസസ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാത്ത കുറേയേറെ സത്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു രീതിയിലാണ് ഇത് കടന്നു പോകുന്നത്. പക്ഷെ ഒരേ സമയം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതേ പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ടൈമിൽ തന്നെ ഈ ഒരു ക്ലാരിറ്റി നേടുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ശ്രമം കൂടി മറുവശത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നെക്സ്റ്റ് ഇനി അടുത്തായിട്ട് ഇനി ലൈഫിലേക്ക് വരുന്നത് എന്താണ് വരാനായിട്ട് ചാൻസ് ഉള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കാണിച്ചു തരുന്നത്. ഇതൊരു മേജർ ടേണിംഗ് പോയിന്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാർഡാണ്. ഇവിടെ ഒരു ഫെയ്ത്തിൽ, വിധിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മാറി മറിയും, ഒരു സ്റ്റക്ക് എനർജിയിലേക്ക് നീങ്ങും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇതൊരു കർമ്മ സൈക്കിൾ പോലെ ഇങ്ങനെ ഷിഫ്റ്റ് ആകുകയാണ്. അപ്പൊ ആ ഒരു എനർജീസ് ആണ് പിന്നീട് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ 5 ഓഫ് സോർഡ്സ് 7 ഓഫ് സോർഡ്സ്, 2 സോർഡ്സിന്റെ കാർഡുകളാണ്. അപ്പം ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ അപ്പം നിങ്ങൾ വീണ്ടും ഈ ഒരു ഇതിലേക്ക് പോവുക, ഒന്നും കൂടി അപ്രോച്ച് ചെയ്ത് ഈ ഒരു പേഴ്സണിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പോയാൽ അവിടെ ഒരു സ്റ്റക്ക് എനർജി വരികയും അവിടെ വീണ്ടും ഒരു ഈഗോ, നിങ്ങളുടെ രണ്ടുപേരുടെ ഈഗോകൾ തമ്മിൽ ക്ലാഷ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ കോൺഫ്ലിക്ട്സുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു ഹിഡൻ മോട്ടീവ്സ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എന്തൊക്കെയോ അവരെ മറച്ചു പിടിക്കുന്നുണ്ട്, എന്തൊക്കെയോ മറച്ചു പിടിക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു 7 ഓഫ് സോർഡ്സ്. ആദ്യമേ നമ്മൾ കണ്ട ചീറ്റിംഗ് എനർജി തന്നെ ആയിരിക്കാനാണ് ഇവിടെ ചാൻസ്. അപ്പോൾ ഇനി പോകുന്ന ആ ഒരു വീൽ ഓഫ് ഫോർച്യൂണിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ട്രസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒരു ഡിഫെൻസീവ് ആകും. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ആയിട്ട് ചോദിക്കാനൊക്കെ തുടങ്ങും. ആ ഒരു പോയിന്റിലേക്കൊക്കെയാണ് ഫ്യൂച്ചറിൽ ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നു. പക്ഷെ അതിന് മുന്നും കുറിച്ച് ഒരു ഈഗോ ക്ലാഷസും അതുപോലെ ട്രൂത്ത്, സത്യങ്ങളൊക്കെ നിങ്ങൾ അറിയും. അത് തന്നെ നമുക്ക് ഫസ്റ്റും കറണ്ട് എനർജിയിലും ഇപ്പൊ ചിലപ്പോൾ അതായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്ക് അത് കിട്ടിയതെന്ന് വിചാരിക്കുന്നു. ഇനി അത് സംഭവിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വരാനായിട്ട് പോകുന്നത് ഇതാണ്. കുറെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കുറേയേറെ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു വീൽ ഓഫ് ഫോർച്യൂണിന്റെ എനർജി വരുമ്പോഴത്തേക്ക് അതെല്ലാം റിവീൽ ആകും എന്നുള്ളതാണ്. അപ്പം ഇത് റിലേഷൻഷിപ്പിനെ തന്നെ കുറച്ചും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും. അതിനുശേഷമാണ് നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു ശക്തമായ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തിരിച്ചുവരവിനുള്ള ഒരു ശ്രമം, ഒരു ക്ലാരിറ്റി നേടാനുള്ള ഒരു ശ്രമം രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് നടത്താനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്.
അപ്പം ഇവിടെ ശരിക്കും അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഇമോഷണൽ ക്ലാരിറ്റി വേണം. പിന്നെ ഒരു സത്യസന്ധമായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വരേണ്ടത് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഈഗോ രണ്ടുപേർക്കും ഇവിടെ നിങ്ങൾക്കായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ രണ്ടു കൂട്ടർക്കും നല്ല രീതിയിൽ ഒരു ഈഗോ ഉള്ള വ്യക്തികളാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാകാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഈഗോയൊക്കെ ഒന്ന് എടുത്ത് മാറ്റേണ്ടത് ഇവിടെ അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പ്രശ്നങ്ങളിലൂടെ ഇപ്പോൾ നിങ്ങൾ വേദനയുടെയും വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഞാൻ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലുമൊക്കെ റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡ് പോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് തന്നെയാണ്. ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിന് ശേഷം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്രോത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ എടുത്ത് പറയേണ്ടതായിട്ടൊരു കാര്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് പോകുക ആരെങ്കിലുമായിട്ടൊക്കെ ഇത് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100 പേര് എടുക്കുകയാണെങ്കിൽ അതിലൊരു 50-50 ചാൻസ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. 50% ആളുകൾ ഒരുമിച്ച് ചേർന്ന് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ബാക്കി 50% ആളുകളും ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ അവർക്ക് സ്ഥിരമായിട്ടൊരു സെപ്പറേഷനിലേക്ക് തന്നെ പോകും. പക്ഷെ ഇവിടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉറപ്പാണ്. എന്തൊക്കെയോ ഒരു പേഴ്സണൽ ഗ്രോത്തും സക്സസും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്ന ആളുകൾ, സെപ്പറേഷനിലുള്ളവർ, ഇനി എനിക്ക് ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല എന്നുള്ള ആളുകളുണ്ട്, അവർക്ക് ഈ ഒരു റീഡിങ് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ആളുകൾക്ക് സെപ്പറേഷനിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി കുറച്ച് ആളുകൾക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് പറ്റില്ല, എനിക്ക് ഈ ഒരു പേഴ്സണും ഞാനും കൂടിയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കുറച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് ഈ ഒരു സെയിം കാർഡ് തന്നെ വെച്ചിട്ട് നോക്കാം. അപ്പൊ എന്താണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് നോക്കാം. ഫസ്റ്റ് പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് ഒരു ഡയറക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പ് എവിടേക്കാണ് പോകേണ്ടത് എന്ന് വ്യക്തത വരുത്തണം. ഇനി ഇപ്പൊ നിൽക്കുന്ന നിങ്ങൾ ഏത് സ്റ്റേജിലാണ്, ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഈഗോ ക്ലാഷസ് ഒക്കെ നടക്കുന്ന സമയമായിക്കോട്ടെ, ആ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ഈ റിലേഷൻഷിപ്പ് എവിടേക്കാണ് എന്ന് പോകേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തത ആദ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെറുതെ കാത്തിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് കാമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്ത് പ്രശ്നം വന്നാലും ഒരു ശാന്തത നേടാനായിട്ട് ശ്രമിക്കുക. ഒരു ഇമോഷണൽ ആയിട്ട് റിയാക്ഷൻ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഒരു കാമായിട്ടിരുന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഗിവ് ആൻഡ് ടേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഗിവ് ആൻഡ് ടേക്കുകളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ അധികം കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക മാത്രമാണോ ചെയ്യുന്നത്, ആ ഒരു രീതിയിലൊക്കെ നിങ്ങളെ തന്നെ വിലയിരുത്തുക. അപ്പോൾ നമ്മളെല്ലാം ആ ഒരു പേഴ്സൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നായിരിക്കും നമ്മുടെ ഒരു, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തെല്ലാം ഓക്കെ ആണ് എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക, അത് വിലയിരുത്തുക. അങ്ങനെയാണെങ്കിൽ അത് മാറ്റുക എന്നുള്ളതാണ്. ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസും വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കഴിഞ്ഞു പോയ കാര്യങ്ങളും പ്രശ്നങ്ങളും അതൊക്കെ അവിടെ തന്നെ വിടാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങളെ ഹേർട്ട് ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈഗോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ആ ഒരു ഈഗോസ്റ്റിക് ആയിട്ട് കണ്ടിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പിടിച്ച് വെക്കരുത്. അതൊക്കെ തുറന്നു വിടുക, ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ്. എല്ലാം വിട്ട് കളയണം എന്നല്ല, പക്ഷെ ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ നെഗറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം വിട്ടുകളയാനായിട്ട് ശ്രമിക്കുക. മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട്, ഒരു പ്രോഗ്രസ്സിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മളത് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പിടിച്ചു നിർത്തുന്ന സമയത്ത് നമുക്കൊരു നെഗറ്റീവ് എനർജി കിട്ടുകയും അതിൽ നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ വളർച്ചയ്ക്ക് അതിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാകാനായിട്ട് ഒരു തടസ്സമാവുകയും ചെയ്യും എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഓക്കെ, പിന്നെ 10 ഓഫ് സോർട്സിന്റെ എനർജിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ നിങ്ങൾ
അങ്ങനെ ചിലരിപ്പോൾ നമ്മളിത് വിട്ട് കളയുക എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇന്ന് മുതൽ പുതിയൊരിത്, ആ ഒരു രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. ഹോണസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ പെയിൻ ഞാൻ അനുഭവിക്കുന്നുണ്ട്, എങ്കിലും ഞാനിത് ക്ലോഷർ ചെയ്യുകയാണ് എന്ന രീതിയിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് നടത്തി അത് ക്ലോസ് ചെയ്യുക. അപ്പോഴാണ് ഒരു ശരിക്കും സത്യസന്ധമായിട്ടുള്ള ഒരു ഹീലിംഗ് അവിടെ വരിക. ഓക്കെ. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്ലോ ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ ക്വിക്ക് വേർഡ്സ് നമ്മൾ ആദ്യം തന്നെ കണ്ടു, ഫസ്റ്റ് കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ തന്നെ കണ്ടു, നിങ്ങൾ പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ കുറേ വാക്കുകൾ, അവരായിക്കോട്ടെ അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്ത വാക്കുകൾ, ഇതൊക്കെയാണ് കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ ഡാമേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നതാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്ലോ ചെയ്യുക, പറയുന്നതിന് മുന്നേ പോസ് എടുക്കുക, എന്നിട്ട് അത് എന്താണ് താൻ പറയാൻ പോകുന്നത് എന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം സംസാരിക്കുക. അതാണ് മെയിനായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം എന്താണ് പറയാനായിട്ട് പോകുന്നത്. പക്ഷെ അതുപോലെ തന്നെ അത് പറയുന്നത് വളരെ ജെന്റിലായിട്ടും പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഓവർ തിങ്കിങ് ഒത്തിരി ആളുകൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് നോക്കുമ്പോൾ ഒത്തിരി ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളെ റെസിനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ഒരു ഓവർ തിങ്കിങ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒരു എന്താ പറയാ, നിങ്ങൾ തന്നെ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് തീരുമാനിക്കുകയാണ്, അത് അങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിങ്ങനെയാണ് എന്നൊരു തീരുമാനിക്കുകയാണ് നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മൈൻഡ് സ്റ്റോറീസ് അല്ല ശരിക്കുള്ള കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കുക. അത് റിയൽ കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പേഴ്സണലായിട്ട് നടത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ മൈൻഡ് പറയുന്ന കഥകളല്ല ശരിക്കുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഓവർ തിങ്കിങ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇൻറ്റ്യൂഷൻസ് ഉണ്ടാകാം. അപ്പൊ ഇൻറ്റ്യൂഷൻസ് ഉള്ള വ്യക്തികളാണ് കൂടുതലും ഇതിനകത്ത് ഈ റീഡിങ്ങിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇൻറ്റ്യൂഷൻസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഇൻറ്റ്യൂഷൻസും നമുക്ക് ശരിയാകണമെന്നില്ല, ലോജിക്കായിട്ട് ആ ഒരു സമയത്ത് ചിന്തിച്ച് അതിനൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഹേർട്ട് പറയുന്നതും അതുപോലെ മൈൻഡ് പറയുന്നതും രണ്ടും കേൾക്കുക, എന്നിട്ട് ഒരു ഡിസിഷൻ നിങ്ങൾ എടുത്തിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരു മെച്യൂറായിട്ട് ക്ലാരിറ്റിയോട് കൂടി ചിന്തിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് കിട്ടുന്നത് ലൈഫിൽ മാറ്റങ്ങൾ വരും. എപ്പോഴും ഒരേപോലെ ആണെന്നില്ല ലൈഫ്. ചില സമയത്ത് വളരെ ഹാപ്പി ആയിരിക്കാം, ചില സമയത്ത് ഹാപ്പി ആണോ സാഡ് ആണോ എന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥയിലൂടെ ആയിരിക്കാം റിലേഷൻഷിപ്പും അതുപോലെ നിങ്ങളുടെ ലൈഫും പോവുക. ചില സമയത്ത് വളരെ ഡൗൺ ആയ എനർജിയിൽ പോവുക. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം, ഒരാൾക്കല്ല എല്ലാവർക്കും അതുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഒരേ പാറ്റേണിൽ പിടിച്ചു നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതിനെ ഗ്രോത്ത് ചെയ്യാനായിട്ട് അലവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കവിടെ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം. അത് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ രണ്ട് പേഴ്സൺസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന നിങ്ങളായിക്കോട്ടെ നിങ്ങളുടെ പേഴ്സൺ ആയിക്കോട്ടെ രണ്ടുപേർക്കും ഒത്തിരി ഈഗോസ് ഉള്ള ഒരാളുകളാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു ഈഗോ മൂലമുണ്ടാകുന്ന വഴക്കുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ഞാൻ വിൻ ചെയ്യണം എന്ന് ശ്രമിക്കുക, ആ ഒരു രീതിയിൽ നിൽക്കാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗം ജയിക്കണം എന്ന രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണും പെരുമാറുന്നത്. അപ്പൊ അത് ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ്. കൂടുതലായും നിങ്ങൾ അത് ഒഴിവാക്കണം എന്ന് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അത് ഈ ഒരു ഞാൻ വിൻ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വശം ജയിക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് ലൂസായി പോകാനുള്ള ചാൻസസ് ആണ് കൂടുതൽ എന്നാണ് പറയുന്നത്. പിന്നെ ഹിഡൻ ഫീലിങ്സുകൾ, നിങ്ങൾക്ക് ഒത്തിരി മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തിരി ഫീലിങ്സുകളുണ്ട്. ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ ഒത്തിരി ഫീലിങ്സുകളുണ്ട്. അത് മറച്ചു വെക്കാതെ തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനും നീയും എന്നുള്ള രീതിയിലാണ്. ഞാൻ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നു, അല്ല ഞാൻ ഇവിടെ നിൽക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ എൻ്റെ പേഴ്സൺ നിൽക്കുന്നു. ആ ഒരു രീതിയിലാണ് നിങ്ങൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ ഒരു സൈഡിൽ നിൽക്കുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ ആ പ്രോബ്ലം നിൽക്കുന്നു. ആ ഒരു രീതിയിൽ വേണം മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിലേഷൻഷിപ്പ് എപ്പോഴും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ ഹോണസ്റ്റ് ആയിരിക്കാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് കൈൻഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കൂടെ നടത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക, കോപ്പറേറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ ഹീലിംഗ് കോൺവെർസേഷൻസ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെന്റിലായിട്ട്
കോൺവെർസേഷൻസ് നടത്തുക. ആ ഒരു കോൺവെർസേഷൻസിലൂടെ നിങ്ങൾ രണ്ടുപേര് ഹീൽ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഹീലിംഗ് കോൺവെർസേഷൻസ് അവോയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ വീണ്ടും തുടരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നല്ല ജെന്റിലായിട്ട് രീതിയിൽ സംസാരിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് മോൾ ഓൺ റൈറ്റ് ചിക്സ്, റൈറ്റ് സൈഡിൽ കവിളിലും മറുകളിലും വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്ന വർഷം വരുന്നുണ്ട്. നമ്പർ 3 ലവബിൾ, ടോക്കറ്റീവ്, നല്ല സംസാരിക്കാനൊക്കെ താല്പര്യമാണ്, നല്ല സംസാരിക്കുന്ന പ്രകൃതക്കാരാകാം. നമ്പർ 25 ചൈൽഡിഷ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ചൈൽഡിഷ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. 1981 വൈറ്റ് കളർ, ഫുട്ബോൾ, യു ക്യാൻ ട്രസ്റ്റ്. നമ്പർ 50 ലോയർ. 1986 സോഷ്യൽ വർക്കർ, ആലപ്പുഴ, നവംബർ. നമ്പർ 9 നമ്പർ 47 നമ്പർ 34 നമ്പർ 33 1982 ക്രിക്കറ്റ്, ഗാർഡനിങ്, ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 8 ലെറ്റർ ഒ, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1975 നമ്പർ 32 വീണ്ടും കിട്ടുന്നുണ്ട്. 1995 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫിസിക്കൽ ഫിറ്റ്നസ്, 1992 1 month. 1986 ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ആർ, ലെറ്റർ ഐ സപ്പോർട്ടീവ്, ലെറ്റർ എഫ് ഡാൻസ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 30 ടീച്ചർ. 1980 ഗെയിമിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്പർ 28 1988 എന്ന് പറയുന്ന വർഷം. മോൾ ഓൺ ലെഫ്റ്റ് ചിക്സ്, ലെഫ്റ്റ് സൈഡിൽ കവിളിൽ മറുകളിലുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. നമ്പർ 23 നെക്സ്റ്റ് മന്ത്. 1986 ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ വരുന്നുണ്ട്. നമ്പർ 52. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലുള്ള ഒരു ഹെൽപ്പ് കൂടി ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.